ഇന്നത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് നിശാഗന്ധിയാണ്. ഇതാണ് നിശാഗന്ധി ചെടി, കണ്ടില്ലേ? കണ്ടോ? ഇതാണ് നിശാഗന്ധി. ഇതിൻ്റെ ഇലയിൽ നിന്നാണ് മൊട്ട് വരുന്നത്. അതായത് ഈ സൈഡിൽ നിന്ന് ചെറിയ മൊട്ടുകൾ വന്നിട്ടാണ് ഇത് വിരിഞ്ഞ് പൂവുണ്ടാകുന്നത്. ചെറിയ മൊട്ടായിരിക്കും, പിന്നെ അത് വലുതായി വന്ന് നല്ല വലിയ മൊട്ടായി മാറും. അങ്ങനെയുള്ളൊരു ചെടിയാണിത്. നല്ല മണമാണ്. രാത്രിയിലാണ് ഇത് പൂക്കുന്നത്. അങ്ങനെ നല്ല ഒരു ചെടിയാണ്. ജൂൺ ജൂലൈ മാസത്തിൽ മഴയുള്ള സമയത്താണ് ഇത് പൂക്കുന്നത്. ഇതിൽ പൂ ഉണ്ടായിട്ടുണ്ട്, ഒരു പൂ ഉണ്ടായിട്ടുണ്ട്. ഇനി ജൂൺ ജൂലൈ മാസത്തിലാണ് പൂക്കുന്നത്. ഇപ്പം ഞാൻ ഈ ഗ്രോ ബാഗിലാണ് ഇത് നട്ടിരുന്നത്. ഇപ്പോൾ ഇത് കുറച്ച് വലുതായി, ശിഖരങ്ങളൊക്കെ ആയി. പിന്നെ ഒരു ശിഖരം ഞാൻ കഴിഞ്ഞ ദിവസം ഇതിൻ്റെ മോട് ക്ലീൻ ചെയ്ത സമയത്ത് ഇളകിപ്പോയി. ഇതും കൂടി ഇതിനകത്ത് വെച്ച് നമുക്ക് നടാം. അതിനകത്ത് നടാൻ പറ്റും. എന്താ, അതിനകത്ത് പുല്ലുണ്ടായിരുന്നു. പുല്ലെല്ലാം എടുത്ത് കളഞ്ഞ സമയത്താണ് അതിന് വീഴ്ന്നു പോയത്. അപ്പോൾ അതിനെ കൂടി നമുക്ക് ഇത് വെച്ച് നടാം. ഇപ്പം ഞാൻ ചാരവും മണ്ണും കൂടി മിക്സ് ചെയ്താണ് ഇതിനകത്ത് നിറയ്ക്കാൻ പോകുന്നത്. നല്ലപോലെ ഗ്രോ ബാഗ് നിറച്ച് കൊടുക്കാം. വലിയ പൂവാണിത്. അത് രാത്രിയിൽ ഒരു 11 മണിയൊക്കെ ആവുന്ന സമയത്താണ് അത് പൂക്കുന്നത്. രാവിലെ ആകുമ്പോൾ നല്ലവണ്ണം അത് മൊട്ട് പോലെ നിൽക്കും. അങ്ങനത്തെ ഒരു പ്രത്യേകതയുള്ള ഒരു ചെടിയാണിത്. അത് നല്ല മണമാണ്. നമ്മൾ മുറ്റത്ത് വീട്ടിൽ നിൽക്കുമ്പോൾ തന്നെ മുറ്റത്ത് ചെടി പൂത്ത് നമുക്ക് അറിയാൻ പറ്റും. അത്രയ്ക്ക് നല്ല മണമാണിത്. വലിയ പൂവാണ്. അതിന് പൂ വരുമ്പോഴത്തേക്കും എല്ലാവരും ഞാൻ കാണിച്ചു തരാം, ഒരു വീഡിയോയിലൂടെ കാണിച്ചു തരാം. നിറച്ച് ഇലകളൊക്കെ വരും. പക്ഷേ ഇത് കെട്ടി കൊടുക്കണം. വലുതായി വരുമ്പോഴത്തേക്കും നല്ലവണ്ണം കയറിട്ട് കെട്ടി ഉയർത്തി നിർത്തണം. അല്ലെങ്കിൽ ഇതിൻ്റെ ഇലകൾക്ക് നല്ല വെയിറ്റ് ഉള്ളതാണ്. വെയിറ്റ് കൊണ്ട് അതിങ്ങനെ ചാഞ്ഞ് തറയിലേക്ക് പോകും. അപ്പോൾ പൂ പിടിക്കുമ്പോൾ തറയിലോട്ടായി പോകും. അതുകൊണ്ട് നമ്മൾ കയറ് വെച്ച് ഉയർത്തി കെട്ടി കൊടുക്കണം. അപ്പോൾ ലീഫുകളെല്ലാം ഉയർന്ന് നിൽക്കും. ഈ മൊട്ട് വരുമ്പോൾ ഇല വെയിറ്റ് കൊണ്ട് താഴ്ന്നു പോകും. അങ്ങനെയാണ് ഈ ചെടി. അപ്പം നമ്മൾ നല്ലതായിട്ട് താങ്ങ് കൊടുക്കണം, എങ്കിലേ പറ്റുള്ളൂ. കണ്ടില്ലേ? നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വയ്ക്കും. എന്താ, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇത്രയേ ഉള്ളൂ. നമുക്ക് മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. ബൈ.